നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്ക് സർവീസിന് കൊടുത്തിരിക്കുക കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ സാരി എടുക്കാനായിട്ട് വന്നു. ഇന്നലെ സേലത്ത് റൂം എടുത്ത് അവിടെയായിരുന്നു സ്റ്റേ. രാവിലെ 8-9 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഇറങ്ങിയാണ്, പക്ഷേ ഞങ്ങൾ അവരുടെ വില്ലേജിലൊക്കെ പോയി, നെയ്യുന്ന വില്ലേജിലൊക്കെ പോയി കുറച്ച് സാരീസ് കിട്ടാനുണ്ട്. അപ്പോൾ അവരുടെ വില്ലേജിൽ വന്നാൽ വീഡിയോസും എടുക്കാം, ആ സാരി വാങ്ങിച്ചിട്ട് പോവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് അവരുടെ വില്ലേജിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഒരു 9-10 മണിയെങ്കിലും ആവാതെ എങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അതുകൊണ്ട് ഒരു 8-9 മണിയായപ്പോഴാട്ടോ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലും നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ ദോശ, ഇഡ്ഡലി, പൊങ്കൽ, ഉപ്മാവ് അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഞാനൊരു പൊങ്കൽ ഫാനാണ്, അതുകൊണ്ടൊരു പൊങ്കൽ ഓർഡർ ചെയ്തു. ഏട്ടനൊരു പൊടി ദോശയും ഓർഡർ ചെയ്തു കേട്ടോ. പൊടി ദോശ എന്ന് പറഞ്ഞാൽ ഗീ പൊടി ദോശ. ദോശയിലെ ഗീ എല്ലാം നന്നായിട്ട് ഒഴിച്ചിട്ട് നിറയെ മറ്റേ ചമ്മന്തി പൊടിയെല്ലാം ഇട്ട് കൊണ്ടുവരുന്നതാണ് ഗീ പൊടി ദോശ. അതിൻ്റെ ഗീ ഇഡ്ഡലിയൊക്കെ കിട്ടും കേട്ടോ. ഏട്ടൻ അതും പറഞ്ഞു. പൊങ്കൽ ഞാൻ കഴിഞ്ഞ ദിവസം A to B എന്ന് കഴിച്ചപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നിറയെ കശുവണ്ടിയൊക്കെ ഇട്ട് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടിരുന്നു കേട്ടോ. ഇതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് കിട്ടിയ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒന്ന് കുഴങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വടക്കറി കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ രസവട കിട്ടും, അതിനെക്കാട്ടി ഇത് ഉഴുന്നുവടയാണോ പരിപ്പ് വടയാണോ എന്നറിയില്ല, പൊടിച്ചിട്ടിട്ട് ഒരു വടക്കറി എന്ന് പറഞ്ഞ് പൊടിച്ചിട്ടൊക്കെയാണ് കഴിച്ചിട്ട്. നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു ആ ഒരു കറി. വടക്കറി എനിക്കിഷ്ടമായി. പിന്നെ ചട്നിയൊക്കെ ഇവിടെ വന്നാൽ ചില സ്ഥലത്ത് കടല ചട്നി കിട്ടും, അതെനിക്കിഷ്ടമല്ല. തേങ്ങാ ചട്നി തന്നെ കൂടുതൽ കിട്ടുന്ന. സാമ്പാറുമൊക്കെ കൂട്ടി പൊങ്കലും ഒക്കെ കഴിച്ചു. ആടനും കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കുറച്ച് സാരീസ്, ഈ കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടനൊക്കെ എടുക്കുന്ന ഒരാളുണ്ട്, ശിവകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ വില്ലേജിലേക്കാണ് പോകുന്നത്. നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് മറ്റേ ഓറഞ്ച് ഗ്രീൻ, റെഡ് ഗ്രീൻ കല്യാണി കോട്ടൺ എത്ര എടുത്താലും മതിയാവത്തില്ല കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യം ചെന്നപ്പോൾ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് സെറിയിൽ നെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങോട്ട് വന്നാൽ രാവിലെ എടുക്കാം, സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമേ കട തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, നമുക്ക് വീഡിയോ കൂടി എടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ നാട്ടിൽ ഗ്രാമത്തിലെ ലൊക്കേഷൻ ഇട്ടേക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ലൊക്കേഷനൊക്കെ കട്ടായി കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമം. ഇതുവഴി പോയപ്പോൾ പിന്നെ വഴി കാണിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒരാളെ വിളിച്ച് പറഞ്ഞ് പുള്ളി വേറെ ലൊക്കേഷനൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോയത്. ഗ്രാമം എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഇവിടെയുള്ള അപ്പൂപ്പന്മാരൊക്കെ മറ്റേ കോണകം ഇല്ലേ, അത് മാത്രമേ വേറെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മുണ്ടുടുക്കുകയോ പേശ ഉടുക്കുകയോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അത്രയും പക്ക ഒരു ഗ്രാമത്തിലാണ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. വന്ന പാടെ തന്നെ ഇവിടെ ഒരു ആടിനെ ബലി കൊടുക്കുന്നുണ്ട് കേട്ടോ. പാവം ഞങ്ങൾ വന്നതും എൻ്റെ കഴുത്തറുത്തതും ഒരുമിച്ചായിരുന്നു. അത് കിടന്നിങ്ങനെ പിടയ്ക്കുന്ന കണ്ടപ്പോൾ ഒരുമാതിരി തോന്നി. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരുമാതിരി തോന്നലൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് നേരിട്ട് കണ്ടപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ആടിനെ ബലി കൊടുക്കുന്ന ഒരു അമ്പലം. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ശിവകുമാരണ്ണൻ്റെ ഈ ഒരു ഗോഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലെ നൂല് വാങ്ങി നെയ്ത്തുകാരയിൽ കൊടുക്കും, അവരാണ് നെയ്യുന്നത്. അവരെല്ലാം ഈ ഗ്രാമത്തിലുള്ളവരാണ്, ഇവരെല്ലാം നെയ്ബേഴ്സാണ്. അപ്പോൾ പുള്ളി സാരി ചെയ്യാനായിട്ടുള്ള നൂലാണ് ഇരിക്കുന്നത്. നൂലും ചെയ്ത് വന്ന സാരികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള സാരിയാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലെ ചെക്ഡ് കല്യാണി കോട്ടൺ. എത്ര എടുത്താലും മതിയാവില്ല. എത്ര പ്രീ ബുക്കിങ്ങാണ് വരുന്നതെന്നറിയോ. ഞാനും പിന്നെ എല്ലാ സാരീസും വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് കൊടുക്കും, അപ്പോഴല്ലേ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളത് നമുക്ക് ആവശ്യാനുസരണം പ്രീ ബുക്ക് ചെയ്യാം. ഇതിലേത് സാരി വേണമെങ്കിലും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായതുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിലില്ലാത്ത സാരിയാണെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് തരും. അതുപോലെ തന്നെ യൂണിഫോം സാരീസ്, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണ്, എല്ലാവർക്കും ഒരുപോലത്തെ സാരി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതുപോലത്തെ ഒരു യൂണിഫോം സാരീസ് റെഡിയാക്കി തരും. ഒരേപോലത്തെ സാരീസ് എത്ര എണ്ണം വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. അത് ഒരു 1-2 വീക്ക് ഒരു താമസം ഉണ്ടാവും. കാരണം നമ്മൾ ഓർഡർ കൊടുക്കണം, ഇവരത് ചെയ്ത് തരേണ്ട ഒരു താമസം ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കിട്ടും, ഇല്ല എങ്കിൽ ഇതുപോലെ അവർ വർക്ക് ചെയ്ത് തരേണ്ടി വരും.
സോ അതുകൊണ്ട് യൂണിഫോം സാരീസും ചെയ്തു തരും. ഇപ്പോൾ കല്യാണത്തിനൊക്കെ എല്ലാവർക്കും ഒരുപോലത്തെ സാരി വേണം അങ്ങനെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും സ്കൂളിലൊരു ഫംഗ്ഷൻ, ആനുവൽ ഡേ വന്ന് ടീച്ചേഴ്സിനെല്ലാം ഒരേ കളറിൽ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന് എല്ലാവർക്കും ഒരേപോലത്തത് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു 1 വീക്ക് താമസം എന്തായാലും വേണം, കാരണം എനിക്ക് ഇവർക്ക് ഓർഡർ കൊടുക്കണം. അവർ അഥവാ സാധനം ഉണ്ടെങ്കിൽ അത് അയച്ചു തരാൻ ഒരു 3 വർക്കിംഗ് ഡേയ്സ് എടുക്കും, എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ ഒരു 3 വർക്കിംഗ് ഡേയ്സ് എടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താമസം ഒരു 2 വീക്സ് മാക്സിമം വേണം. അതനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഏത് സാരി വേണോ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കുറച്ച് സാരീസ് പല കളർ വെറൈറ്റിയിലെടുക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന സാരീസിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിലും പറയുക. അവൈലബിൾ അല്ല എങ്കിൽ പ്രീ ബുക്ക് ചെയ്താൽ ഒരു 1 വീക്ക് താമസത്തിൽ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതുപോലെ ഈ ബ്ലാക്ക് സാരി എടുത്തിട്ടോ, ഇത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത സാരിയാണ്. അത് ആക്ച്വലി പോവാതിരുന്ന സാരി ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ സാരിക്ക്. ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ചെക്ക് സാരീസ് എടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ വെരി നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യും. കാരണം നിങ്ങൾ ഓരോ ആവശ്യത്തിന് നമ്മുടെ നിന്ന് ബുക്ക് ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് പറയും ഇത്ര ദിവസത്തെ നമുക്ക് താമസം വേണം, അല്ലെങ്കിൽ നമ്മുടെ സാരിയില്ല, സാരി ഉണ്ടെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ നമ്മളത് കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ശിവകുമാർ അണ്ണൻ്റെ നമ്മുടെ സാരി ഗോഡൗൺ കാണാൻ പറ്റി. അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്ക് സാരി തരിയോ എന്തോ നെയ്ത്ത് സ്ഥലത്തേക്ക് പോവാം, അവിടെ മഹേശ്വരി കോട്ടനും കല്യാണി കോട്ടനും ഈ റെഡ് ആൻഡ് ബ്ലാക്ക് നെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി കാണാൻ പോവാമല്ലോ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ നമുക്ക് കാറെടുത്ത് അങ്ങനെ കണ്ടങ്ങ് പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് സൺഡേ ആണ് നമ്മളിവിടെ ഉള്ളത്. സൺഡേ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കട തുറക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്നാൽ ആ സാരി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നേരെ പോകുന്നത് കേട്ടോ. എത്ര എടുത്താലും പോകുന്ന ഒരു കളറാണ് ഓറഞ്ചും ഗ്രീനും റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷനിൽ വരുന്ന സാരി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഞാനങ്ങനെ എടുക്കത്തില്ല, പല കളർ കോമ്പിനേഷൻ എടുക്കും. അതിൽ ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യും. ഇത് എത്ര എടുത്താലും മതിയാവത്തില്ല. ആക്ച്വലി തമിഴ്നാട്ടിൽ സിൽക്ക് സാരിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഈ കോട്ടൺ സാരി ഒരുപാട് അന്വേഷിച്ച് വളരെ കുറച്ച് പേരുടെ കയ്യിലാണ് ഈ മഹേശ്വരി കോട്ടൺ, കല്യാണി കോട്ടനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊരാളാണ് ഈ ശിവകുമാർ അണ്ണൻ. അങ്ങനെ അണ്ണനെ കണ്ടിട്ട് തമിഴ്നാട്ടിലെ ചേട്ടനായിട്ടാണ് അണ്ണൻ എന്നങ്ങ് വിളിച്ചേട്ടോ, ഒരു ഫ്ലോ എന്നങ്ങനെ വിളിച്ചതാണ്. അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നതും വരുന്നതും എടുക്കുന്നതും. പക്ഷേ നല്ല സാരീസാണ് വരുന്നത്. നല്ല എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങുന്നതിൽ ഏറ്റവും കുറച്ച് റേറ്റ് ഇട്ട് എനിക്ക് തരുന്ന ഒരാളാണ് ഈ ശിവകുമാർ അണ്ണൻ തോന്നുന്നു. കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഇവിടെ എല്ലാ കടകളിലും സിൽക്ക് സാരിയാണ് ഉള്ളത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഇനി വേറെ എവിടെ നിന്നെങ്കിലും വരുന്നതാണോ. അപ്പോൾ പുള്ളി ഒരുപോലെ പറഞ്ഞില്ല, എൻ്റെ നാട്ടിൽ നെയ്യുന്നതാണ്, നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ശരി എങ്കിൽ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി വന്നത്. പക്ഷെ സത്യമായിട്ടും ഒരുപാട് നെയ്ത്തുകാർ ഈ ഗ്രാമത്തിലുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ പണ്ട് ചെട്ടനാട് കോട്ടനൊക്കെ എടുക്കാൻ പോയതുപോലെ ആ ഗ്രാമത്തിലെത്തുമ്പോൾ ഇത് അടിക്കുന്നതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ടിക് 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 എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ ഇറങ്ങുമ്പോഴേ ഉള്ള ശബ്ദം അതാണ്. അതുപോലെ കൃഷി, ഈ ഗ്രാമത്തിൽ നിറയെ കൃഷി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഭയങ്കര രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടാണ് ഡയറക്റ്റ് ഇവരെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും പല ക്വാളിറ്റിയിൽ കിട്ടാറുണ്ട്. മഹേശ്വരി കോട്ടൺ സാരീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇവിടെ മഹേശ്വരി സിൽക്കിലെ സാരീസും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സിൽക്ക് സാരീസാണ് ഉള്ളത്. ഇവിടെ ഉള്ളവർ എനിക്ക് തോന്നുന്നു സിൽക്ക് സാരീസാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് സിൽക്ക് സാരിയെക്കാട്ടി കൂടുതൽ സെയിലുള്ളത് കോട്ടൺ സാരീസാണ്. അതുകൊണ്ടാണ് ഈ മഹേശ്വരി കോട്ടണും കല്യാണി കോട്ടണും ഒക്കെ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. എത്ര എടുത്താലും വീണ്ടും വീണ്ടും എൻക്വയറീസ് വരുന്നത് ആ ഒരു സാരീസാണ്. നമുക്ക് സിൽക്ക് സാരീസിന് എൻക്വയറീസ് കുറവാണ്. പിന്നെ വന്നാലും പോവും, അല്ലാതെ ഭയങ്കര ഡിമാൻഡെന്ന് പറയാനില്ല. അതുകൊണ്ടാണ് കോട്ടൺ സാരീസ് നമ്മുടെ വസ്ത്രയിൽ കൂടുതൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ നെയ്ത്ത് ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൃഷിയാട്ടോ. അവിടെ ഉള്ളത് ഈ കാണുന്നത് പരുത്തി, അതായത് കോട്ടൺ കൃഷിയാണ്. ഈ സൈഡിൽ കപ്പലണ്ടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ടതേ ഉള്ളൂ. ഒരു 3 മാസത്തെ സമയത്തിന് ശേഷം ഇത് കപ്പലണ്ടി വിത്ത് കായായിട്ട് കപ്പലണ്ടി ആയിട്ട് വരും. ഇപ്പം ജസ്റ്റ് നട്ടതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അമ്മൂമ്മയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കാര്യമൊക്കെ സംസാരിച്ച് നാട്ടിൽ നിന്ന് വരുന്നു, എങ്ങനെ എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ആ അമ്മൂമ്മയും ഞാനും ഒക്കെ കാര്യമൊക്കെ കുറേ സമയം സംസാരിച്ചായിരുന്നേ.
ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ഈ കൃഷി ഇല്ലാത്ത സമയത്ത് നെയ്യും, പിന്നെ അതുപോലെ ഓർഡറൊക്കെ വരുമ്പോൾ നെയ്ത്ത് ഒരു സൈഡായിട്ടാണ് അവർക്കുള്ളത്. ഏറ്റവും കൃഷിയാണ്. കൃഷി സമയമായാലും ഒരാളെയൊക്കെ നിർത്തി, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നേ, വലിയ വലിയ കുട്ടികളൊക്കെ ഉണ്ട് കോളേജിൽ പോകുന്നവർ, അവരും ഒക്കെ വന്ന് കൃഷി ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കോട്ടൺ പഞ്ഞി ആണ് ഈ കൃഷി. ഇവിടെ ഞാൻ പട്ടുനൂല് വേണ്ടിയിട്ടുള്ള ഈ പുഴു ഉണ്ടല്ലോ, ആ പുഴുവിനെ വേണ്ടിയിട്ടുള്ള ചെടികൾ, ചെമ്പരത്തി പോലെ നിൽപ്പുണ്ട്. ഞാൻ ചെമ്പരത്തി എന്നാണ് കരുതിയത്. നമ്മൾ കഴിഞ്ഞ നോർത്തിൽ പോയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിയോ മൾബറിയോ ആണെന്ന് കരുതി. അപ്പോൾ ഇന്ന് ശിവരാജനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഈ പട്ടുനൂൽ പുഴുവിന് വേണ്ടിയിട്ടുള്ള ഒരു ചെടിയാണ്, പുഴു ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു ചെടിയാണെന്ന്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. നമ്മൾ പോയ വഴിക്കുണ്ടായിരുന്നു, തിരിച്ച് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ തിരിച്ച് ആ വഴിയല്ല വന്നത്. തിരിച്ച് വന്ന വഴിക്ക് അതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ പേരറിയില്ല. നമുക്കൊരു ലൊക്കേഷൻ ഇട്ടുവന്നു, ആ ലൊക്കേഷൻ അനുസരിച്ച് പോയെന്നുള്ളൂ. എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു, വായിക്കൊള്ളാത്തൊരു പേര്. എനിക്ക് അറിയില്ല കേട്ടോ, ഗ്രാമത്തിൻ്റെ പേര് പറയാനായിട്ട് അറിയില്ല. അതുപോലെ നമ്മൾ ഇന്നലെ ഈറോഡ് പോയപ്പോഴും നിറയെ ഈ മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയും അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഹൈറ്റിനൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് ചെറിയ ഹൈറ്റിന് മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും നിറയെ നിൽക്കുന്നുണ്ടോ. അതും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ അതിനുശേഷം ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. നിറയെ ഉണ്ടായിരുന്നു, രണ്ട് സൈഡിൽ നിന്നും വീഡിയോ എടുക്കാനായിട്ട് ഫോണും എടുത്ത് വന്നപ്പോഴേക്കും ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തുതരാം. അങ്ങനെ മഹേശ്വരി കോട്ടൺ നെയ്യുന്നിടത്ത് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണി കോട്ടൺ നെയ്യുന്നിടത്തേക്കാണ് വന്നത്. അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. വന്ന പാടെ തന്നെ ഒരു ഗ്ലാസ് അവർ മൊന്തയിലാട്ടോ വെള്ളം തരുന്നത്. മൊന്തയിൽ വെള്ളം തന്നു. ഞാൻ പറഞ്ഞു വേണ്ട, വയറ് നിറയും. ഇപ്പോൾ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് വയറ് ഫുള്ളായിരിക്കണം, വെള്ളം കുടിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് വെള്ളം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെയും കല്യാണി കോട്ടൺ നെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഒരിടത്ത് നെയ്യുന്നു, പ്ലെയിൻ വേറൊരിടത്ത് നെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ എപ്പോഴും ഓർഡർ വരുന്നുണ്ട്, അത് നെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ അവിടെ വേറെയാണ് നെയ്യുന്നത്. ഇന്നലെ രാത്രി എന്തോ അവർക്കൊരു ഇതിൻ്റെ കുറേ ഓർഡർ കൂടുതൽ വന്നതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് ഇത് ചെയ്യുകയാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂണിഫോം സാരീസൊക്കെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അവരിലുണ്ടെങ്കിൽ അവർ അയച്ചു തരും, ഇല്ലെങ്കിൽ ഇതുപോലെ നെയ്ത് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് വാങ്ങുന്നത്. നമുക്കിപ്പോൾ ഓൺലൈൻ വേണമെങ്കിലും വാങ്ങാം. പക്ഷേ ഓൺലൈൻ ഞാൻ പറഞ്ഞു, ഞാൻ 1-2 പ്രാവശ്യം വാങ്ങി, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. വന്ന സാധനത്തിന് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ അത് ബാധിക്കും. പിന്നീട് നമ്മളെ നിന്ന് അവർ വാങ്ങണമെന്നില്ല. നമ്മൾ ആ സാധനം വിൽക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഇല്ല, അവർ തരുന്ന എമൗണ്ടിന് ഇതില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ചോദിക്കുന്ന എമൗണ്ടിന് വാങ്ങും. നമ്മൾ കൊടുക്കുമ്പോൾ ആ സാധനത്തിന് അത്രയും ക്വാളിറ്റി ഇല്ല എന്ന് കാണുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ നമ്മളെ നിന്ന് അവർ വാങ്ങത്തില്ല. നമ്മളെ സെയിലിനെ ബാധിക്കും. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ വന്ന് നോക്കിയെടുത്താൽ അതിനൊരു സന്തോഷമുണ്ട് കേട്ടോ. ശിവരാജൻ്റെ ഈ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും പിന്നെ നയൻതാര സാരി എന്ന് പറഞ്ഞിട്ടൊരു സാരി ഉണ്ടല്ലോ, അത്രമാത്രമാണ് പുള്ളിയുടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള. സിൽക്ക് സാരീസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. സിൽക്ക് സാരി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്ര മഹേശ്വരി കോട്ടനാണ് ഏറ്റവും കൂടുതലുള്ളത്, കല്യാണി കോട്ടനും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ശിവരാജ് അണ്ണൻ്റെ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വാങ്ങാം. കാരണം ഞാൻ വാങ്ങി ഇവരുടെ ക്വാളിറ്റി നമ്മൾ ഇതുപോലെ കണ്ടറിഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പം നിങ്ങൾ പ്രീ ബുക്ക് ചെയ്താലും ഞാൻ ഓൺലൈൻ ഓർഡർ കൊടുത്താലും പുള്ളി ക്വാളിറ്റി സാധനം തന്നെ നമുക്ക് അയച്ചു തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവരുടെ നിന്ന് വാങ്ങിയിട്ടാണ് പിന്നെ ഓൺലൈൻ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളല്ലാതെ വന്ന് ഡയറക്റ്റ് നമ്മൾ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയും എമൗണ്ട് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാനും പറ്റത്തില്ല. സെയിൽ ചെയ്താൽ അത് വളരെ മോശമായിട്ട് നമ്മളെ ബാധിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ നെയ്യുന്ന ആളാണ്. ശിവരാജൻ്റെ നൂല് വാങ്ങിക്കൊടുക്കും. ഇവർ പറയുന്ന മോഡൽ കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഇഷ്ടത്തിന് അവർ നെയ്ത് തരും കേട്ടോ. ഇവർക്കും കൃഷിയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവരുടെ ഒരു വീട്ടിൽ മറ്റേ പ്ലെയിൻ കല്യാണി കോട്ടൺ നെയ്യുന്നു, ഒരു വീട്ടിൽ ചെക്ക് കല്യാണി കോട്ടൺ നെയ്യുന്നു. ഇവിടെ നിറയെ ഉണ്ട്, ഇനിയും പോയി കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ജസ്റ്റ് കണ്ടല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ അവരുടെ സാരി കേട്ടോ. ഇതിൽ ഈ സാരിയോ ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. നമുക്കത് പ്രീ ബുക്ക് ചെയ്ത് ഞാൻ എത്തിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവർക്കെല്ലാം കൃഷിയാണ് മെയിൻ എന്ന് പറയുന്നത്. ഇത് ഇല്ലാത്ത സമയം അവർ കൃഷി ചെയ്യും. കൃഷിക്കാണ് ഫസ്റ്റ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നെയ്ത്ത്. എങ്കിലും ഓർഡർ അനുസരിച്ച് അവർ നെയ്ത് തരാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞതിന് മുന്നിലത്തെ പ്രാവശ്യം വന്നപ്പോഴേ പുള്ളി പറഞ്ഞു നമുക്ക് ഗ്രാമത്തിലൊക്കെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാം, അവിടെ നെയ്ത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ നെയ്ത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പോൾ സാരീസും ഇവിടെയാണ് കുറച്ചെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് സാരീസ് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ വന്നത് കേട്ടോ.
അതുകൊണ്ട് നമ്മളെന്താ സാറ്റർഡേ വന്ന് സൺഡേ മോർണിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് റിലാക്സ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇന്നലെ സാറ്റർഡേ ആയിട്ട് ഇവിടെ അമാവാസിയായിട്ട് പല കടകളും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അണ്ണൻ്റെ കടയിൽ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനാണ് മെയിൻ. പിന്നെ മറ്റേ നയൻതാര സാരി ഉണ്ട്. നമ്മൾ നയൻതാര സാരി കഴിഞ്ഞാൽ എടുത്തിട്ട് അത്ര മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ആ സാരി എടുക്കുന്നില്ല. കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും എടുത്തു. അപ്പോൾ കാഞ്ചി കോട്ടൺ കുറച്ച് റേറ്റ് കൂടുതലാട്ടോ. അപ്പോൾ കാഞ്ചി കോട്ടൺ ഞാൻ അങ്ങനെ റേറ്റ് കൂടുതൽ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1500 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എടുക്കാതെ മടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കാഞ്ചി കോട്ടൺ എടുക്കണം. പിന്നെ കലങ്കാരി സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കലങ്കാരി സാരി. അപ്പോൾ കലങ്കാരി സാരിയുടെ ഷോപ്പ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് കാഞ്ചി കോട്ടൻ്റെ ഷോപ്പ് ഇന്ന് സൺഡേ ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുരിദാർ മെറ്റീരിയൽ എന്തൊരു എൻക്വയറീസ് ആണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന സാരി ചുരിദാർ മെറ്റീരിയൽ അതിൽ കലങ്കാരി ഷോൾ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാറ്റേണിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ആ ഷോപ്പും ഇന്നേ തുറക്കത്തുള്ളൂ. അത് 2 മണിക്ക് എന്തേ തുറക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഷോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ ഇന്നും വീടെത്തുമ്പോൾ 12 മണി തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ഏട്ടനോട് പറയായിരുന്നു ഒന്ന് റിലാക്സായി പോകാനാണ്, റൂമെല്ലാം എടുത്തിട്ട് അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് പതിയെ പോകാമെന്നും പറഞ്ഞ് വന്നു. ഇന്നും അത് തന്നെ അവസ്ഥ. എന്ന് സേലത്ത് വന്നാലും തിരിച്ച് വീടെത്തുന്നത് 2-3 മണി തന്നെ രാത്രി. അങ്ങനെ വിഷമമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ശിവരാജണ്ണൻ നമ്മളെ വിടത്തില്ല. കരിക്ക് കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് ശിവരാജണ്ണൻ്റെ ശിവരാജെന്നല്ലേ ദൈവമേ പേര് ശിവ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അണ്ണൻ്റെ വീട്ടിൻ്റെ അടുത്ത് അണ്ണൻ്റെ കൃഷി കേട്ടോ ഇത് കരിമ്പൻ കൃഷി, തെങ്ങൊക്കെ നിറയെ നിൽപ്പുണ്ട്. കരിക്ക് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കരിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. പുള്ളിയുടെ മാമൻ്റെ വീടാണിത്. മാമൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ശിവരാജണ്ണൻ്റെ തോട്ടം ഉള്ളത്. കരിമ്പ് തോട്ടവും തെങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുക തേങ്ങയൊക്കെ നിറയെ കേരളത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തെങ്ങൊക്കെ ഉണ്ട്, ഇപ്പോൾ തേങ്ങയൊന്നും അതിലൊന്നുമില്ല. ഇവിടെ നിന്നാണ് കരിക്കും തേങ്ങയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുക അവിടെ എന്തുണ്ടെന്ന്. ഞാനിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കുക ഏട്ടാ പറയും പോലെ കേരളത്തിൽ എന്ത് കൃഷിയുണ്ട് ഇവിടെ. അവിടെ ഞങ്ങൾ കല്യാണി കോട്ടനൊക്കെ എടുക്കാൻ കണ്ടോ പക്ക ഗ്രാമം കേട്ടോ. അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കമ്മലും മൂക്കുത്തിയും വളയും ഒക്കെ ഇട്ട് ഇങ്ങനെ വലിയ തൂങ്ങിയ കാതും ഒക്കെ ആയിട്ടുള്ള അമ്മൂമ്മമാരൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞു വന്നത് കല്യാണി കോട്ടനൊക്കെ വേവ് ചെയ്യുന്നിടത്ത് കയറിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അവർ വെണ്ടയ്ക്ക കൃഷി, കത്തിരിക്ക കൃഷി ഇതെല്ലാം അവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ നാട്ടിൽ വരുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വരുന്നതാണ്, ഇതെല്ലാം അങ്ങ് കേരളത്തിൽ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വെണ്ടയ്ക്ക, കത്തിരിക്ക, പഞ്ഞി, കപ്പലണ്ടി, എള്ള്, മരിശിനി, എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കരിമ്പ്, തെങ്ങ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ശിവരാജനോട് ചോദിക്കുക കേരളത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വായും തുറന്ന് നിൽക്കുന്നത്. കേരളത്തിൽ എന്താ ശരിക്കും പറഞ്ഞാൽ ഉള്ളത്? കൃഷിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടെ നോക്കിയപ്പോൾ കയറും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, കയറും നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ കയറുണ്ട്. അപ്പോൾ അവർ പറയായിരുന്നു അതിങ്ങനെ ചകിരിയിലുള്ള കയറല്ലേ, ഇത് പ്ലാസ്റ്റിക് കയർ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആക്ച്വലി കൃഷി എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാടം പോലും ഇല്ലല്ലോ. എങ്കിൽ നെല്ലെന്നെങ്കിലും പറയാം, അരി എന്നെങ്കിലും പറയാം. ഇതിപ്പോൾ അതുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് കൃഷിയുണ്ട് പറയാം, കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് കരിക്കെല്ലാം വെട്ടിയിട്ട ശേഷം കസേരയൊക്കെ എടുത്തിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അണ്ണാ നമ്മൾ സാധാരണ മനുഷ്യർ, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം, നമുക്ക് കസേരയൊന്നും വേണ്ട. അല്ലല്ല നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ സൽക്കരിച്ച് വിട്ടാൽ പറ്റില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു കേട്ടോ. സത്യം കേട്ടെന്ന് എനിക്കറിയാവുന്ന കേരളത്തിലുള്ള ആൾക്കാരും മറ്റുള്ള സ്ഥലത്തുനിന്ന് വന്നവരെ, ഒരു പരിചയമില്ലാത്തവരെ ജസ്റ്റ് അവരെ കടയിൽ പോയി സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ പറയാം ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അതിനൊരു കുറവ് വരാൻ പാടില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയും. കസേരയെല്ലാം ഇട്ട് കരിക്കെല്ലാം വെട്ടി തന്ന്, കരിക്ക് 4, 5, 6 കരിക്ക് വെട്ടിയിട്ട് കേട്ടോ, അതെല്ലാം കുടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് 2 കരിക്ക് മസ്റ്റായിട്ട് കുടിപ്പിച്ച് അതിനെ പൊട്ടിച്ച് അതിനകത്തുള്ള ഫ്ലഷൊക്കെ തന്നേ വിട്ടുള്ളൂ. അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊരു ഒരേ നിർബന്ധം കേട്ടോ. അപ്പോഴേട്ടൻ പറയായിരുന്നു ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരായിരുന്നു, കാരണം വയറ് നിറഞ്ഞ് പൊട്ടിപ്പോയി കേട്ടോ. അത്രയ്ക്ക് കരിക്ക് നല്ല നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല കരിക്കായിരുന്നു സത്യം കേട്ടോ. അതിപ്പോൾ നമ്മൾ കാശ്മീരിൽ പോയപ്പോഴും ആസിഫിൻ്റെ വീട്ടിലായാലും അവർ സ്വീകരിക്കുന്ന രീതി, ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവർ സ്വീകരിക്കുന്ന രീതി ഒരിക്കലും ഞാൻ ഇങ്ങനെ സ്വീകരിക്കില്ല. അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ചിലപ്പോൾ സ്വീകരിക്കുന്നവരുണ്ടാവാം കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഞാനൊരിക്കലും ഇങ്ങനെ ഒരാൾ വന്നാലും ഇത്രയേറെ സ്വീകരണം കൊടുക്കില്ല. ഭക്ഷണം കൊടുക്കും, നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ കൊടുക്കും. അല്ലാതെ അതിൽ കൂടുതൽ അവരെ നാട് കാണിക്കാൻ കൊണ്ടുപോവുക, ഇങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ കയറി കരിക്കിട്ട് കരിക്കിനെ വെട്ടി തരിക, അതൊന്നും ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. അവർ കരിമ്പ് കണ്ടത് കൊണ്ട് കരിമ്പെല്ലാം കൂടി വെട്ടി, ഞാനിങ്ങനെ കരിമ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കരിമ്പെല്ലാം കൂടി കുറേ വെട്ടി വാരി നമ്മുടെ കാറിനകത്ത് വെച്ച് തന്നു.
ഇത്രയേറെ കഷ്ടപ്പാടുകളൊന്നും ഞാൻ ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കരിമ്പ് തോട്ടം ഉണ്ടെങ്കിൽ ഞാൻ കരിമ്പ് വെട്ടാനോ പിടിക്കാനോ എടുക്കാനോ പോകില്ല. ആ കരിമ്പ് തോട്ടം ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേറെ സ്നേഹം കാണിക്കണം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നി. ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, ചെയ്യില്ല. ഞാൻ ഉറപ്പായിട്ടും ഭക്ഷണം വയ്ക്കും, ഉണ്ടാക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും എന്നല്ലാതെ അതിൽ കൂടുതൽ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ചെയ്യില്ല. അങ്ങനെ കരിക്കെല്ലാം വെട്ടിക്കുടിച്ചു. കുറച്ച് സാരീസ് നമുക്ക് വാങ്ങാനുണ്ടായിരുന്നത് ശിവരാജനൻ്റെ കടയിൽ നിന്ന് വാങ്ങി. അപ്പോൾ അല്ലാതെയും ഇന്നലെ കുറേ ഷോപ്പ് ചെയ്ത് കേട്ടോ. ശിവരാജനൻ്റെ ഷോപ്പിൽ പോയി ഷോപ്പ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്, ഇതിൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. ഞാനത് ഫസ്റ്റ് ഇത് കാണിച്ച ശേഷം ബാക്കി എടുത്ത സാരീസ് കാണിക്കാൻ വേണ്ടി കുറേ മഹേശ്വരി കോട്ടൺ, കുറേ മഹേശ്വരി കോട്ടൺ, കല്യാണി കോട്ടൺ എടുത്തു. പിന്നെ ഇനി കാഞ്ചി കോട്ടൺ പുതിയതായിട്ട് നമ്മൾ വസ്ത്രയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ, കാഞ്ചി കോട്ടൺ എടുക്കാത്തതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് കുറച്ച് എമൗണ്ട് 1500 അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. 1500 അത് തന്നെയാണ് എൻ്റെ റേറ്റ്. ഞാൻ 1500 അതിന് എബവ് എടുത്താൽ ശ്രീകുട്ടിയുടെ വസ്ത്രയിൽ ഭയങ്കര റേറ്റ് എന്നൊരു ടോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കല്യാണി കോട്ടണിലും മഹേശ്വരി കോട്ടണിലും ഒക്കെ അങ്ങനെ അങ്ങ് നിന്നത്. പക്ഷേ അത് അങ്ങനെ അങ്ങ് ആയിപ്പോവും, നമ്മളിൽ പിന്നെ വേറെ കളക്ഷൻ ഇല്ലാതെ ആയിപ്പോവും. പിന്നെ ഒരുപാട് എൻക്വയറീസും കാഞ്ചി കോട്ടൺ വരുന്നുള്ളതുകൊണ്ടാണ് കാഞ്ചി കോട്ടൺ എടുത്തത് കേട്ടോ. ഇപ്പം വേറൊരാളുടെ അതിലാണ് ഒരു 2000 രൂപ കൊടുത്താലും കാഞ്ചി കോട്ടൺ കിടക്കുകയാണെങ്കിൽ അതാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർ വാങ്ങുകയും ചെയ്യും. എൻ്റെ കയ്യിൽ 1500 ഇട്ടാൽ അയ്യോ ശ്രീകുട്ടിയുടെ ഭയങ്കര എമൗണ്ട് എന്ന് പറയും. പക്ഷേ ഏറ്റവും കുറച്ചിടുന്നത് ഞാനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പലരുടെയും വീഡിയോ കാണുമ്പോൾ നമ്മൾ വസ്ത്രയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ റീൽസാണ് കൂടുതലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കാണാറുണ്ട്. കല്യാണി കോട്ടനൊക്കെ ഒരു 200 രൂപയെങ്കിലും നമ്മുടെ ഇതിനെക്കാട്ടി കൂടുതലാണ് അവരിടുന്നത്. ഞാൻ എൻ്റെ വിഷമം ഇങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷേ ദൈവം സഹായിച്ച് സത്യമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്ന സാരികളെല്ലാം പോകുന്നുണ്ട്. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ട്, അയ്യോ എടുത്ത് വച്ചിട്ട് പോയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരാറില്ല. അതിൽ വലിയ സന്തോഷമുണ്ട് എനിക്കിപ്പോൾ. നമ്മുടെ നിന്ന് കുറച്ച് പേരായാലും വാങ്ങുന്നവർ ജെന്യുവനായിട്ട് വാങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം വാങ്ങുന്നവർ തന്നെ വീണ്ടും നമ്മുടെ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ അയക്കാൻ ഒരുപാട് ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. അല്ലെങ്കിൽ 1000 രൂപയുടെ സാരിക്ക് 2000 രൂപ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിലും മുംബൈ, സിക്കിം, അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ കർണാടക അവിടെ ഇവിടെയൊക്കെ നമ്മളിന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ സുഖമായിട്ട് അയക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ എടുക്കുമ്പോൾ എമൗണ്ട് കൂടുമ്പോൾ ശ്രീകുട്ടിയുടെ കളക്ഷൻസിൽ എമൗണ്ട് കൂടിപ്പോയി എന്നിങ്ങനെ കമൻസ് വരാറുണ്ട്. മീൻസ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ കമൻസ് റീഡ് ചെയ്യുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. അത് ഒരു വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ശിവരാജണ്ണൻ്റെ അവിടെ നിന്ന് 2-3 കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ച് വയറ് നിറഞ്ഞെടുത്ത് പോവാണ്. പോയപ്പോഴാണ് കരിമ്പിൻ്റെ കാര്യം ഓർത്തിട്ട് അവർ കരിമ്പ് കുറേ വെട്ടി തന്നു. കരിമ്പ് കറക്റ്റ് ആയിട്ടില്ല, കുഞ്ഞ് കരിമ്പ്, പിഞ്ച് കരിമ്പാട്ടോ. എന്നാലും നമ്മൾ വിടത്തില്ല, അതും കൊണ്ട് പോയത് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയുള്ള കരിമ്പെല്ലാം കൂടി വെട്ടി വണ്ടിക്കകത്ത് വെച്ച് തന്നു. ഇത് ഇന്നലെ ഷോപ്പ് ചെയ്ത സാരിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, 1 മണി വരെ ഷോപ്പുണ്ട്, വേഗം ചെല്ലാൻ. അപ്പം ഞാൻ ഇന്നലെ കേട്ടത് 2 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ എന്നാണ്. പക്ഷെ അവർ പറഞ്ഞത് 2 മണി വരെ ഉള്ളൂ എന്നും കണ്ടു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു 1 മണി വരെ ഷോപ്പുണ്ട്, പെട്ടെന്ന് പറഞ്ഞേ, സൺഡേ ആയതുകൊണ്ട് ഹാഫ് ഡേ ആണ്, പെട്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വരണമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചപ്പോൾ ശിവരാജൻ തന്നെ ഒരേ നിർബന്ധം പുള്ളിയുടെ വീട്ടിൽ പോയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല, നമ്മൾ കുട്ടികൾക്ക് പോലും ഒന്നും വാങ്ങിച്ചില്ല, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്. പുള്ളിക്ക് 3 മക്കളാണ്, ഒരു മോനും 2 പെൺമക്കളുമാണ്. ഒരാൾ കുഞ്ഞ് വാവയാട്ടോ, നമ്മുടെ കുഞ്ഞിയുടെ പ്രായമാണ്, 3 മാസം ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം ഷോപ്പ് ചെയ്യാൻ വന്നപ്പോൾ പുള്ളിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ 3 മാസമായി എന്ന് പറഞ്ഞു കുഞ്ഞുവാവയും പിന്നെ 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ കൊച്ചിനൊന്നും ഒന്നും കൊച്ചെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികൾക്കൊന്നും ഒരു മുട്ടായി പോലും വാങ്ങില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെറുതെ ആദ്യമായിട്ട് ചെന്ന് കയറുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരേ നിർബന്ധം, ഇല്ല വന്നിട്ടേ പോവാവൂ എന്ന്. അങ്ങനെ അവിടെ നിന്ന് പുള്ളിയുടെ വീട്ടിലേക്ക് വന്നു. പുള്ളിയുടെ വീട് കുറച്ച് വലിയ വീടൊക്കെയാണ്, കുറച്ച് വലിയ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള വീടാണ് കേട്ടോ. മറ്റേതൊക്കെ പക്കാ ഗ്രാമം, കുഞ്ഞു വീടുകളും ഒരു മൊത്തത്തിൽ ഒരു മുറിയും ഒരു ഹോളും ഒരു അടുക്കളയും മാത്രമുള്ളതും ഒക്കെയാണ് കേട്ടോ. പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എള്ള് കൃഷി കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിൽ കായെല്ലാം വരും. ഇത് തന്നെയാണ് എള്ളെണ്ണയായിട്ടും ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരിഞ്ഞാലും കൃഷിയാട്ടോ, പലതരം കൃഷികളുണ്ട്. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ വൈഫ്
പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോയെന്ന് വെച്ചപ്പം പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അന്ന് വന്നപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നു, ഇപ്പോൾ ബേബി ആയല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കപ്പയൊക്കെ വെട്ടിയിട്ടേക്കണു. ഞാൻ കേട്ടത് ഇനി പശുവിന് കൊടുക്കാനെങ്ങാനാണോ നിങ്ങൾക്ക് കഴിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കഴിക്കാനാണ്. എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് കപ്പ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ മാത്രം ഫുഡാണ് കപ്പ എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ ടപ്പിയൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാവുന്നതല്ലേ. പക്ഷെ അവർ വീട്ടാവശ്യത്തിന് നമ്മളെ പോലെ കപ്പ എടുക്കുന്നവരാണ്. അപ്പം ഞാനിത് കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ കരുതി നമ്മുടെ നാട്ടിൽ കപ്പയില്ലാന്ന് കരുതി കപ്പ ഇപ്പോൾ വെട്ടി തരാമെന്ന് പറഞ്ഞ് കപ്പ വെട്ടാനായിട്ട് പോയി. അങ്ങനെ കുറേ കപ്പയൊക്കെ വെട്ടി തന്നായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞുവാവയെ കാണാനായിട്ട് കയറുകയാണ്. എനിക്ക് വാവയെ കണ്ടപ്പോൾ പെട്ടെന്ന് കുഞ്ഞിയാണ് ഓർമ്മ വന്നത്. പക്ഷേ കുഞ്ഞിക്കാടി 1 മാസത്തിന് മൂത്തതാട്ടോ. എങ്കിലും വാവയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. ഒരു ചുന്ദരി മോള് എങ്ങനെ കിടക്കുകയാണ്, ഒരു പിണക്കമില്ല, ഉറങ്ങി കിടക്കായിരുന്നു. ഞങ്ങൾ വന്ന ബഹളം കേട്ടിട്ടാവാൻ എണീറ്റിട്ട് നമ്മൾ പുറത്ത് പോയപ്പോൾ ആളങ്ങനെ ചുമ്മാതെ കളിച്ച് കിടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു കൊച്ചു കരയില്ലെന്ന് വെച്ച് പറഞ്ഞില്ല, അത് തനിയെ കിടന്നു ഉറങ്ങും. ഞാൻ പറഞ്ഞില്ല ഉണർന്ന് കിടക്കുന്നു, കുഴപ്പമില്ല അവിടെ അങ്ങനെ മിണ്ടാതെ കിടന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ അതിശയിച്ചു. കാരണം ഇവരുടെ വീട്ടിലെ ഇവർ 2 മക്കളും ഈ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അതങ്ങനെ കുഞ്ഞിലേ ശീലിച്ച് എടുത്തുകൊണ്ട് നടക്കണമെന്നോ അങ്ങനെയുള്ള ശീലങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞിങ്ങനെ തന്നെ കേട്ടോ, പിണക്കം വേറെ പാലോ കരച്ചിൽ വേണ്ടെങ്കിൽ കരയൊന്നുമില്ല, ഇങ്ങനെ വെറുതെ കിടക്കും. അവൾ തനിയെ അങ്ങ് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. പാലിനൊക്കെ വേണ്ടിയിട്ട് അവൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ വന്നപാടെ കുഞ്ഞിനെ കണ്ട ശേഷം അവർ വെള്ളമൊക്കെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വെള്ളമൊന്നും വേണ്ട, കരിക്കെല്ലാം കൂടി കുടിച്ചിട്ട് ഇനി ഞാൻ ഉച്ചയ്ക്ക് കൊത്തു പൊറോട്ട എങ്ങനെ തിന്നുമെന്ന് ആലോചിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചിരിക്കുകയാണ്. കൊത്തു പൊറോട്ടയാണ്. ഞാൻ പറഞ്ഞു ആ കൊത്തു പൊറോട്ട കഴിക്കാൻ വന്നതാണ്, ഇനി ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടി ആയതുകൊണ്ട് കഴിക്കണ കാര്യം ആലോചിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ വീടിൻ്റെ ചേർന്ന് തന്നെ കപ്പത്തോട്ടുണ്ടായിരുന്നേ, അവിടെ ചെന്ന് കുറേ മാത്രം കപ്പയെല്ലാം കൂടി വെട്ടി. ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇത്രയൊന്നും നമുക്ക് വേണ്ട, നമുക്കവിടെ എനിക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു കപ്പ വാങ്ങിയാൽ 2 ദിവസം പോവും കേട്ടോ. 1 കിലോ കപ്പ വാങ്ങിയാൽ ഒരാഴ്ച പോവും. അത്രയ്ക്കും വേണ്ടി. കാരണം ശകലേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ, ഞാനും ഏട്ടനും മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ കഴിക്കത്തില്ല. അങ്ങ് വെട്ടി വാരി തന്നു കേട്ടോ. പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പത്തെ ദിയയുടെ അവിടെയും ആദൂസിൻ്റെ അവിടെയും മിനി ആൻറ്റിയുടെ അവിടെയൊക്കെ കൊടുത്ത് എൻ്റെ വീട്ടിലും കുറച്ച് കൊണ്ടുവന്നു, ഞങ്ങളവിടെയും കുറച്ചെടുത്ത് വെച്ചു. ഒരുപാട് ദിവസം ഇരിക്കത്തില്ലല്ലോ. ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കറുത്ത് പോവും. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇരിക്കുമായിരുന്നെങ്കിൽ. ഈ പെട്ടെന്ന് ചീത്തയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല, ഒരു ബക്കറ്റ് നിറച്ച് തന്നു വിട്ടായിരുന്നു കപ്പ. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കപ്പ കൃഷി പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. കപ്പ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നത് കാണാം. റോഡിൽ ഇങ്ങനെ വലിയ ലോറിയിലൊക്കെ ഇട്ടിട്ട് കപ്പ വിൽക്കുന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയും. അപ്പോൾ അതുപോലും നമ്മുടെ നാട്ടിലിപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യചിഹ്നത്തിൽ. പിന്നെ ഇതുപോലത്തെ ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൃഷികളുണ്ടാവാം, കപ്പ കൃഷിയും തെങ്ങ് കൃഷിയൊക്കെ ഉണ്ടാവാം. എങ്കിലും എന്തോ എനിക്കറിഞ്ഞൂടാ കേട്ടോ, നമ്മളവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാൻ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമ്മളവിടെയൊക്കെ ഉണ്ട്, എങ്കിലും അധികമൊന്നും ഇല്ല കേട്ടോ. ഇത് ഇവിടെ നിന്ന് നമ്മുടെ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ്, അതാലോചിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? ഏറെ വൃക്ഷങ്ങളുടെ നാടാണ് കേരളം, അതുകൊണ്ടാണ് കേരളത്തിന് കേരളം എന്ന പേര് വന്നത്. അതെനിക്കറിഞ്ഞൂടാ. വൃക്ഷങ്ങളുടെ നാടാണ് കേരളം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളം വരുന്നത്, തേങ്ങ വരുന്നത്, തേങ്ങയും കരിക്കുമൊക്കെ വരുന്നത് അല്ലേ. ഇത് അവിടെ നാരങ്ങ നിൽപ്പുണ്ട്, പിന്നെ ചിക്കു നിറയെ നിൽപ്പുണ്ടായിരുന്നു. അത് കുഞ്ഞു കായായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ഫ്രൂട്ടായില്ല. എള്ള ചെടി എല്ലാം നിൽപ്പുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഗ്രാമം കണ്ടു. ഭയങ്കര വെയിൽ കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടുമുണ്ട്. വെയിൽ വലിയ കാര്യമായിട്ടില്ല, പക്ഷെ ആ വെയിലിന് ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ മഴക്കോള് 2-3 ദിവസമായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്, അതിൻ്റെ ചൂടാണെന്ന് ഇങ്ങനെ ശിവരാജ് എണ്ണം പറയുന്നുണ്ടായിരുന്നു. ശിവകുമാർ, അയ്യോ ശിവരാജ് അല്ല കേട്ടോ, ശിവകുമാർ. പുള്ളിയുടെ പേര് വരെ ഞാൻ മാറ്റി, ശിവകുമാർ എണ്ണം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് 1 ചാക്ക് കപ്പയും വാങ്ങി ഞാൻ പറഞ്ഞു ഇനി നിൽക്കാൻ സമയമില്ല, 1 മണിയാകുമ്പോൾ അവിടെ കട ക്ലോസ് ചെയ്യും, അതിന് മുന്നേ എനിക്ക് അവിടെ എത്തി. നമ്മൾ വന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലാന്ന് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ അവരിന്ന് ഉച്ചവരെ തുറക്കുമെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ അതിവിടെ വാങ്ങി, ചുരിദാർ മെറ്റീരിയലൂടെ വാങ്ങിയിട്ട് പോകണം. ഇല്ലെങ്കിലും ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാൻ, കാരണം കഴിഞ്ഞതിന് ഞാൻ അവരുടെ നിന്ന് വാങ്ങി, എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാൻ തരുമെങ്കിലും നമ്മൾ നേരിട്ട് കണ്ട് വാങ്ങുന്നതിൻ്റെ സുഖം ഓൺലൈൻ ചെയ്താൽ വരത്തില്ല കേട്ടോ. ആ മെറ്റീരിയലൊക്കെ പിടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ സുഖം നമ്മൾ ഓൺലൈൻ കണ്ടാൽ വരത്തില്ല. അപ്പോൾ ഫോട്ടോ കാണുന്ന ഭംഗി ചിലപ്പോൾ വരുമ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് നേരിട്ട് കണ്ട് വാങ്ങാനായിരുന്നു. നമ്മളിതുവരെ വന്നിട്ട് അവിടെ കയറാതെ പോകുന്നതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഭാഗ്യത്തിന് അവർ 1 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചത് കേട്ടോ.
അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരുടെ നിന്ന് കപ്പയും സാധനങ്ങളും ഒക്കെ വാങ്ങിപ്പോയി. അപ്പോൾ കപ്പ, കരിമ്പ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അവരുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. കരിക്കും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ നമ്മൾ UBMയിൽ കയറിയപ്പോൾ അങ്ങേര് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളോട് സ്നേഹം കാണിച്ചതുപോലെ അല്ല കേട്ടോ അവർ. അത് നമുക്ക് കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്നേഹവും ആത്മാർത്ഥതയോടെ കാണിക്കുന്നതും കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് വളരെ ആത്മാർത്ഥതയോടെ അവർ ചെയ്തതാണ്. നിങ്ങൾക്ക് അത് ഒരു പക്ഷേ കാണുമ്പോൾ അറിയാമായിരിക്കും അവരിതെല്ലാം അത്രയും കഷ്ടപ്പെട്ട് വെട്ടിപ്പറക്കി പറിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ മനസ്സിലാക്കുക അവരെത്ര ആത്മാർത്ഥതയോടെ ചെയ്യുകയാണ്. മറ്റത് പുള്ളി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും പോലെയാണ് എനിക്ക് UBMയിൽ പുള്ളിയോട് തോന്നിയത് കേട്ടോ. ഇതാണ് ശിവകുമാരൻ, എൻ്റെ മകൻ, വൈഫ്, പിന്നെ മോളിനി 10th പിന്നെ കുഞ്ഞുവാവയുടെയൊക്കെ പേരെന്തോ പറഞ്ഞു കേട്ടോ, ഞാൻ മറന്നുപോയേ കുഞ്ഞുവാവയുടെ പേര്. എന്തോ ഒരു ക്യൂട്ടായിട്ടുള്ള നെയിം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് തിരിഞ്ഞൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കരച്ചിലോ പിണക്കോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ സാധനമൊക്കെ വാങ്ങിപ്പോയി. വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ ഇത് കുറവാണ്. പക്ഷെ ആ ഉള്ള വെയിലിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നിന്ന് കരിഞ്ഞു പോകുന്ന ചൂടും വിയർത്ത് ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്രയ്ക്കും വേണ്ടി ചൂട്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചെറിയ മഴയൊക്കെ വന്നു തുടങ്ങി, അതുകൊണ്ട് വലിയ ചൂട് ഇപ്പോൾ ഇല്ല. ഇത് ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ ശിവകുമാർ അണ്ണൻ തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡിക്കിക്കകത്ത് വെച്ച് തന്നു. അപ്പോൾ അവിടെ സാരിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് സാരിയെല്ലാം എടുത്ത് അപ്പുറത്ത് മാറ്റിയിട്ട് കപ്പയെല്ലാം അവിടെ വയ്ക്കുകയാണ്. സാരിയിലൊക്കെ മണ്ണും ചെളിയൊക്കെ ആയാൽ പിന്നെ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കവറിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് തന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് മെയിൻ റോഡൊന്ന് കാണിച്ച് തരുന്നവരെ പുള്ളി കൂടെ വന്നിട്ട് പുള്ളി പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിൾ ലൊക്കേഷനിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്ന് എൻഡ് കാണിക്കുന്നുണ്ട്, കറക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ എടുത്ത മെറ്റീരിയലുകൾ കുറച്ച് കാണിച്ച് തരാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലൊക്കെ വേണമെങ്കിൽ പെയർ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പെയർ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ എവിടെയെല്ലാം റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് അത് കട്ട് ചെയ്ത് ഷോള് സെപ്പറേറ്റ് കിട്ടും, പാൻസ് സെപ്പറേറ്റ് കിട്ടും. അങ്ങനെ പെയർ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ കുറച്ച് പെയർ ചെയ്തൊക്കെ എടുത്തായിരുന്നു. കഴിഞ്ഞ എടുത്തപ്പോൾ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന കുറച്ച് കളക്ഷൻസാണ് ഇവിടുത്തെ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അങ്ങനെ ചുരിദാർ മെറ്റീരിയൽ യൂസ് ചെയ്യാറില്ല, റെഡിമെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ചുരിദാർ മെറ്റീരിയൽ. അങ്ങനെയാണ് ഇപ്രാവശ്യം ഇവിടെ വന്ന് സെയിം തന്നെ എടുത്തത്. അപ്പോൾ കഴിഞ്ഞതിന് എടുത്തത് ഒരുപാട് സെയിം സാധനങ്ങളും ഉണ്ട്, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കലംകാരി ഷോള് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് 2 പീസായിട്ടാണ് വരുന്നത്. 2 പീസ് വരുമ്പോൾ ഒരു 1400 എന്തോ ആണ് റേറ്റ് വരുന്നത്. 3 പീസ് വരുമ്പോൾ 1650 അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ കലങ്കാരി ഷോളിൻ്റെ കൂടെ എടുത്തായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. ചിലപ്പോൾ 1650 എടുത്ത് ആരും വാങ്ങിയെന്ന് വരില്ല. നിങ്ങൾക്ക് ആ കലങ്കാരി ഷോളുമായിട്ട് പെയർ ചെയ്ത് വേണമെങ്കിൽ പറയുക, നമ്മൾ പ്രീ ബുക്ക് ചെയ്താൽ എത്തിച്ചു തരാം. ഞാനത് എടുത്തിട്ടില്ല. പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടോ കലങ്കാരി ഷോളും ഇതുപോലത്തെ മെറ്റീരിയലായിട്ട് നമുക്ക് പെയർ ചെയ്യാം. ഭയങ്കര രസമുള്ള കലങ്കാരി ഷോളാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ പ്രീ ബുക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി എടുത്തതാണ് കേട്ടോ, കുറച്ച് പീസസ് എടുത്തു. അപ്പോഴാണ് വില കേട്ടപ്പോൾ ഇതാണ് ആ കലങ്കാരി ഷോള്. അതിൻ്റെ പല ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ വില കേട്ടപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ചിലപ്പോൾ വാങ്ങിയിട്ട് പിന്നെ വീണ്ടും സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കേണ്ടത്, അതുകൊണ്ട് ചിലർ വാങ്ങത്തില്ല. വാങ്ങുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കലങ്കാരി ഷോളിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം, എന്നിട്ട് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മളെടുത്ത മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ടോപ്പ്, റെഡ് പാൻസ്, ഈ റെഡ് കലങ്കാരി ഷോള്, ഇങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ വേറെയും എടുത്തായിരുന്നു, റെഡ് ടോപ്പ്, ബ്ലാക്ക് പാൻസ്, ബ്ലാക്ക് ഷോള്, അങ്ങനെ വരുന്ന രീതിയിൽ എടുത്തായിരുന്നു. അങ്ങനെ 2-3 സെറ്റായിട്ട് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ വില നോക്കിയപ്പോൾ പറ്റില്ല. ഇത് കണ്ടോ, റെഡ് ടോപ്പ്, ബ്ലാക്ക് കലങ്കാരി ഷോള്, ബ്ലാക്ക് പാൻസ്, അങ്ങനെയൊക്കെ പെയർ ചെയ്ത് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഒരു 1650 ഇതിൻ്റെ ഒരു എമൗണ്ട് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്ത് എത്തിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. എടുത്തത് തന്നെയാണ്, എമൗണ്ട് കൂടുതലായതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എടുത്തില്ല. ഇതൊക്കെ എടുത്തതാണ് നാരായണപ്പെട്ട അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ പേരൊക്കെ മറന്നുപോയി. ഇതൊരു 2-3 പീസ് എടുത്തു. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു
ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ ഷോളും ആ ടോപ്പിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു 3 പീസ് എടുത്തു. പിന്നെ കഴിഞ്ഞതിനെടുത്ത സ്ഥിരം കലംകാരി ഷോൾ വരുന്ന വേറെ കുറച്ച് പാറ്റേണിലെടുത്തു. ഇതൊക്കെ നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അങ്ങനെ അതെടുത്തു. പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഡാൻസിങ് ഗേളിൻ്റെ ഷോൾ വരുന്നുണ്ടായിരുന്നു, അത് കുറച്ചെടുത്തു. അതും കഴിഞ്ഞതിന് ഇതെല്ലാം ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ടൈപ്പ്, ഈ ഒരു പാറ്റേണിലുള്ള ചുരിദാർ മെറ്റീരിയൽ. അതുകൊണ്ട് ആ സെയിം സാധനങ്ങൾ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് ഷോൾ വരുന്നതെടുത്തു, ബോട്ടിൽ ഗ്രീൻ വരുന്നതെടുത്തു, ഓറഞ്ച് ഷോളും ബോട്ടിൽ ഗ്രീൻ ടോപ്പും പാൻസും വരുന്നതെടുത്തു. പിന്നെ എടുത്തത് കുറച്ച് കലംകാരി ഷോള്, അതിന് മധുബാനി എന്നാണ് അവർ പറയുന്നത്, കലംകാരി എന്നല്ല പറയുന്നത്. ആ ഒരു ഷോള് വരുന്ന ടൈപ്പിൻ്റെ കുറച്ച് കഴിഞ്ഞ ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇതിൻ്റെ പാൻസ് ഇപ്പോൾ അവർക്ക് അവൈലബിൾ അല്ല, എന്തോ സറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, നാളെ വരത്തുള്ളൂ, മറ്റന്നാൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പാൻസ് വന്നിട്ട് വൈറ്റ് കളറാണ്. അപ്പോൾ ഈ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻസ് ഇപ്പോൾ വന്നിട്ടില്ല. നിങ്ങൾ ബുക്ക് ചെയ്താലും പാൻസ് വന്നിട്ടായിരിക്കും ഞാൻ അയച്ചു തരുന്നത്. പാൻസ് സെപ്പറേറ്റ് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വൈറ്റ് പാൻസ് കൂടെ വരും. അതിപ്പോൾ അവൈലബിൾ അല്ല, അത് നാട്ടിൽ ഞാൻ എത്തും, ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവർ വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. വസ്ത്രയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. വിളിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് തിരക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് കോളൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നാൽ മാത്രം മതി, ഞാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചേക്കാം കേട്ടോ. നമ്മുടെ കലംകാരി ഷോളിൻ്റെ ആ ഒരു ഇത് വേണമെങ്കിൽ 2 പീസായിട്ടും കിട്ടും, 3 പീസായിട്ടും കിട്ടും. ഞാൻ 3 പീസാണ് സജസ്റ്റ് ചെയ്യുന്നത്, കാരണം 3 ടോപ്പും പാൻസും ഷോളും ആയിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതല്ലേ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അല്ല ഇപ്പോൾ 2 പീസാണെങ്കിൽ ടോപ്പും ഷോളും കിട്ടും. പാൻസ് നിങ്ങൾക്ക് ലെഗിൻസ് ആയിട്ടോ എന്തെങ്കിലും ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. 2 പീസ് ആണെങ്കിൽ എമൗണ്ട് കുറവാണ്, 3 പീസ് ആണെങ്കിൽ റേറ്റ് 1650 ഒക്കെ വരും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ അതും പറയാം. അങ്ങനെ അവർ 1 മണിയായപ്പോൾ പൂട്ടിക്കെട്ടി പോവാറായി. അതിന് മുന്നേ ഞാൻ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അതിന് എൻ്റെ പാൻസ് മാത്രമേ കിട്ടാനായിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പോൾ ബാക്കി സാധനങ്ങൾ കൊണ്ടുപോകണം, പാൻസ് മാത്രം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ വീഡിയോസ് വന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ഫോട്ടോസൊക്കെ ചോദിച്ചു. ഫോട്ടോസ് എടുത്ത് കുറേ പ്രീ ബുക്കിംഗ് ഒക്കെ വന്നു. കുറച്ച് സെയിലായിട്ട് പ്രീ ബുക്കിംഗ് അല്ലാതെ വന്നു. അതൊക്കെ ഞാൻ ഓർഡർ കൊടുത്തേക്കാണ്. അതെല്ലാം 2 ദിവസത്തിനുള്ളിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കാഞ്ചി കോട്ടൺ സാരി എടുക്കുന്നിടത്താണ്. അപ്പോൾ അവിടെയും ഇന്നിപ്പോൾ ഓപ്പണാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും പോവുകയാണെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധം, ഇന്നലെ അമാവാസിയാണ്, ഷോപ്പൊന്നും ഓപ്പൺ അല്ല എന്നറിയാതെ വന്നതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ഈ കടകളൊക്കെ ഇന്നലെ അടപ്പായിരുന്നു, അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ എത്ര ലേറ്റായാലും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ വില്ലേജ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് പോവാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നിന്നത്. പക്ഷെ അമാവാസി ആണെന്ന് അറിഞ്ഞില്ല. ഇനി വിളിച്ചിട്ട്, നമ്മുടെ അവിടുത്തെ അവധി പോലെ അല്ലല്ലോ ഇവിടെ, ഇനി എവിടെ പോയാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ കാഞ്ചി കോട്ടൺ എടുക്കാനായിട്ട് പോയി. ആക്ച്വലി കാഞ്ചി കോട്ടൺ എന്ന് പറയുന്നതും ചെട്ടിനാട് കോട്ടണും ഒക്കെ സെയിം തന്നെ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മൾ ഇതേ സാരികൾ, ചെട്ടിനാട് കോട്ടൺ സാരികൾ ഒരുപാട് മുന്നേ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാഞ്ചി കോട്ടൺ ഫസ്റ്റ് ലോഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കാഞ്ചി കോട്ടൺ എന്നുള്ള പേര് ഫസ്റ്റ് ലോഞ്ച് എന്ന് പറയാം. ഈ സാരിയൊക്കെ വേണമെങ്കിൽ പറയുക, വളരെ എമൗണ്ട് കുറവാണ്, 999 ഒക്കെ വരത്തുള്ളൂ. ഞാൻ എടുത്തിട്ടില്ല. സാരിയുടെ പേര് ഞാൻ മറന്നുപോയി. പ്യോർ കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. അയ്യോ, കാഞ്ചി കോട്ടൺ പോലൊരു പേരാട്ടോ ഇതിൻ്റെയും പേര്. ആ സാരീസ് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ 999 ഉള്ളൂ. വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് എത്തിച്ച് തരാം. അപ്പോൾ നമ്മൾ എടുത്ത കുറച്ച് കാഞ്ചി കോട്ടൺ കുറച്ച് ഇവിടെ നിന്നും എടുത്തു, വേറൊരു കടയിൽ നിന്നും കുറച്ചെടുത്തു. ഇവർക്കും അവർ വേവ് ചെയ്യുന്ന സ്വന്തമായിട്ടുള്ളതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവരുടെ വില്ലേജിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താഴെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞാൻ വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഷോപ്പ് ചെയ്ത കുറച്ച് സാരീസൊക്കെ കാണിച്ചു തരാവേ. ഇത് കല്യാണി കോട്ടൺ സാരിയാണ്, ചെക്ക്ഡ് പാറ്റേൺ, യെല്ലോ ബ്ലൂ കളർ, പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ മെറൂൺ കളർ, എല്ലാം കോൺട്രാസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് സാരിയാണ്, ഓറഞ്ച് ഗ്രീൻ, അത് കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ, ആക്ച്വലി ഇത് സോൾഡ് ഔട്ടായി. പിന്നെ ഈ
എന്താ മസ്റ്റാർഡ് യെല്ലോ മെറൂൺ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പീസസ് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മഹേശ്വരി കോട്ടനാണ് ഇത്, ഗ്രീൻ ആൻഡ് റെഡ്. ഞാൻ കുഞ്ഞിയുടെ നൂലുകെട്ടിനെടുത്ത സാരി, ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പീസസ് എല്ലാം അപ്പോഴേ തന്നെ പോയി. ഇപ്പോൾ വേറെ 2 പീസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു 2-3 പീസ് എടുത്തു. പിന്നെ ഓറഞ്ച് ബ്ലാക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഈ റെഡ് ബ്ലാക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഈ എടുത്ത മഹേശ്വരി കോട്ടണെല്ലാം ഈ കളേഴ്സ് എല്ലാം ഭയങ്കര ഡിമാൻഡുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അങ്ങനെ അതിൻ്റെ കുറച്ചെടുത്ത് ഈ ഓറഞ്ച് ബ്ലാക്കിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ, അതുകൊണ്ട് അത് കുറേ കൂടുതൽ പീസ് എടുത്തു. മസ്റ്റാർഡ് യെല്ലോ ബ്ലാക്ക്, പിന്നെ സാദാ യെല്ലോ ബ്ലാക്ക്, അതെല്ലാം മഹേശ്വരി കോട്ടണിൽ നമ്മളെടുത്ത സാരീസാണ്. ഇതിൽ എൻ്റെ ബാക്കിലൊക്കെ ഇരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട്, ആ ബാക്കിലിരിക്കുന്ന ഞാൻ എടുക്കാത്ത സാരികളായാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഇത് കല്യാണി കോട്ടൺ പ്ലെയിൻ സാരീസ്, കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കളറ് ഓൾറെഡി സോൾഡ് ഔട്ടായി, ഓൾറെഡി പ്രീ ബുക്കിംഗ് കുറേ വന്നു കേട്ടോ. ആ സാൻഡിലിൻ്റെ കളറും ഗ്രീൻ കളർ കോമ്പിനേഷൻ, പിന്നെ ടവർ മോഡൽ വരുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ. ബ്ലാക്ക് റെഡ് ഭയങ്കര ഇതാണ്, യെല്ലോ ബ്ലാക്ക് നമുക്ക് ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ യെല്ലോ ബ്ലാക്കിൻ്റെ പല വെറൈറ്റി എടുത്തു. ഗ്രീൻ ആക്ച്വലി നമുക്ക് മൂവ്മെൻറ്റ് കുറവാണ്, എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ, അതുകൊണ്ട് എനിക്കൊരു ഗ്രീൻ എടുക്കാൻ തോന്നി. ഗ്രീനും ബ്ലാക്കും എടുത്തു. ഓറഞ്ചും ഗ്രീൻ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കളർ കോമ്പിനേഷനാണ്. അത് ഓൾറെഡി 2-3 ബുക്കിംഗ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല യെല്ലോ ബ്ലാക്ക്, പിന്നെ ഈ റെഡും സിൽവറും. എൻ്റെ അമ്മോ, ഇതിന് വന്ന എൻക്വയറീസ് അതും ഓൾറെഡി 2-3 സെയിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങുന്നതിന് മുന്നേ തന്നെ ചിലരിങ്ങനെ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ കുറേ പേര് അത് നോക്കിയിട്ട് വാങ്ങാറുണ്ട്. അങ്ങനെ ഇത്രയും സാരീസ് എടുത്തിട്ടുണ്ട്. ഇതിലല്ലാതെ എൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇരുന്ന് ഏതെങ്കിലും സാരിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരാം. വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ശിവകുമാർ അണ്ണൻ്റെ കടയിൽ നിന്നും ഇത്രയും സാരികൾ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും വാങ്ങി. നിറയെ കളർ കോമ്പിനേഷനിൽ സാരികൾ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. പിന്നെ എല്ലാം കൂടി എടുത്ത് വച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൽ ഏറ്റവും ഭംഗി കൂടിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത്. അവിടെ നിന്ന് ഞാൻ വേറൊരു കടയിൽ പോയി, കാഞ്ചി കോട്ടന്. കാരണം കഴിഞ്ഞതിന് എനിക്ക് അവർ സാരി അയച്ചപ്പോൾ അവരുടെ നീ മുന്നേ എടുത്തിട്ടുള്ളതാണ്, അതിലെനിക്കൊരു സാരി മിസ്സിങ് ആയിരുന്നു. അതിൻ്റെ എമൗണ്ട് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോദിച്ചപ്പോൾ ആ ഊന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ക്യാഷ് മേടിക്കാൻ പോയതാണ്. ഞാൻ കരുതി ക്യാഷ് മേടിക്കേണ്ട, അതിന് പകരം സാരി വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ടൗണാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. കാറൊന്നും നമുക്കധികം ഇടാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് റോഡ് സൈഡിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അതിനകത്ത് കയറ്റിയാണ് നമ്മളെപ്പോഴും കാറെല്ലാം ഇടുന്നത്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ കുറേ കുഞ്ഞു മുടുക്ക് കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടിങ്ങനെ നോക്കി പോവുകയാണ്. അങ്ങനെ ആ കടയിൽ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് കാഞ്ചി കോട്ടൺ എടുത്ത കേട്ടോ. ഓറഞ്ച് മെറൂൺ കളറിലുള്ള കാഞ്ചി കോട്ടൺ. ഓറഞ്ച് മെറൂൺ നല്ല ഫാസ്റ്റ് മൂവിങ് കളർ കോമ്പിനേഷനാണ്. പിന്നെ ബ്ലൂ എടുത്തു. ഗ്രീൻ ഞാൻ പറഞ്ഞില്ലേ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തു. ബ്ലാക്ക് സാരി എടുത്തു. പിന്നെ ഒരു എലിഫൻറ്റിൻ്റെ ലിനൻ സാരി എടുത്തു കേട്ടോ, ലിനൻ കോട്ടൺ. അത് എമൗണ്ട് കുറവാണ്, 999 ഉള്ളൂ. നല്ല സാരി കേട്ടോ. എല്ലാം വിത്ത് ബ്ലൗസാണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കലങ്കാരി സാരി എടുക്കാനായിട്ടാണ്. കാരണം കലങ്കാരി സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ, അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഭയങ്കര ഡിമാൻഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ്. പിന്നീട് എനിക്ക് ആ സാരി കിട്ടാത്തതല്ല, അത് ആക്ച്വലി ഭയങ്കര കോട്ടൺ സാരി കേട്ടോ. കലങ്കാരി സാരി എന്ന് പറഞ്ഞാൽ പ്യുവർ സോഫ്റ്റ് മൾ കോട്ടൺ സാരിയാണ്. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ കാണാൻ ഭംഗിയാണ്, പെട്ടെന്ന് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന സാധനമാണ്. പക്ഷെ ക്വാളിറ്റി ഭയങ്കര കുറവ് പോലെ. സോഫ്റ്റ് കോട്ടൻ്റെ ആണ്, വിലയും കൂടുതൽ, ഭയങ്കര ക്വാളിറ്റി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാനിവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ലിനൻ കോട്ടൻ്റെ കലംകാരി സാരി കണ്ടു. അത് ഈ മൾ കോട്ടനെക്കാട്ടി നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഡിമാൻഡാണ് കലംകാരി, എപ്പോഴും എൻക്വയറി വരുന്ന ഒരു സാരിയാണ്. ഞാൻ അന്ന് എടുത്തത് മൾ കോട്ടൺ സാരിയായിരുന്നു. അതെനിക്ക് കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത്. ഇന്ന് നമ്മൾ ഷോപ്പിൽ കയറിയപ്പോൾ ലിനൻ്റെ മെറ്റീരിയൽ കണ്ടു. അത് കുറച്ച് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. ലിനൻ കോട്ടൺ ആട്ടോ. ഇതിൻ്റെ ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഇത്രയുമാണ് നമ്മൾ ഇപ്രാവശ്യം വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാഞ്ചി കോട്ടൺ സാരി എല്ലാം എടുത്ത ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വിശപ്പടിച്ചു തുടങ്ങി. ശിവകുമാരണ്ണൻ്റെ 2 കരിക്ക് 3 മണിവരെ ഏട്ടനെയും പിടിച്ച് നിർത്തിയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി.
സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ അമ്മ എന്തൊരു തിരക്കായിരുന്നു. ക്യൂ നിന്ന് സീറ്റ് പിടിച്ച് ഒരാൾ എഴുന്നേക്കാൻ നോക്കി നിന്ന് സീറ്റ് പിടിച്ച് കയറി ഇരുന്ന് കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു സമ്മയം ഇருக்கு, നല്ല ഇருக்கு ഫുഡ് എന്നൊക്കെ പറഞ്ഞു. സന്തോഷം, വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതി പൈനാപ്പിൾ ജ്യൂസൊക്കെ പതിയെ ഓർഡർ ചെയ്താൽ താമസിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഫുഡിൻ്റെ കൂടെ ഓർഡർ ചെയ്തു. ഫുഡ് എത്തുന്നതിന് മുന്നേ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു. പൈനാപ്പിൾ ജ്യൂസെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് അത് കുടിച്ചപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആകെ 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരു കാട 65 ഓർഡർ ചെയ്തു. കാട 65 ഒന്നും അവർക്ക് ഓർമ്മ പോലും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ചിക്കൻ ബിരിയാണി വന്നു. നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് കരുതി കുറച്ച് വെയിറ്റ് ചെയ്താലും പക്ഷേ ആ ബിരിയാണി ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. എങ്കിലും കഴിച്ചു, വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി കഴിച്ച് എനിക്ക് ബിരിയാണി എന്ന് കേൾക്കുമ്പോഴേ വല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ദം ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഈ തമിഴ്നാട് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്താ തമിഴ്നാട് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലായിക കേട്ടോ. അതെനിക്ക് തോന്നുന്നു കഴിച്ച് ഇപ്പോൾ വേണ്ടാതായതാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ നിന്ന് ഇത്രയും സമയം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ സീറ്റിന് വേണ്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു, ഫുഡിന് വേണ്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു, കഴിക്കാനായിട്ട് അരമണിക്കൂർ കേട്ടോ. 1.5 മണിക്കൂറോളം ഇവിടെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ മറ്റേ മീട്ടാപ്പാൻ ഇരിക്കുന്നു. മറ്റേ പാക്കിനകത്ത് മധുരമുള്ള സാധനമൊക്കെ വെച്ചിട്ടുള്ളതാട്ടോ. ചിലർ മീട്ടാപ്പാൻ എന്ന് പറയുമ്പോൾ എന്താ സാധനം ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും വാങ്ങിച്ച് കഴിച്ച് ചവച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോഴേ തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്, ശ്രീകുട്ടി സേലത്തല്ലേ നിങ്ങൾ സ്റ്റേ, എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്, പോകുമ്പോൾ പറയണേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. തിരിച്ച് വന്നിങ്ങനെ ഇൻസ്റ്റയൊക്കെ കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ധന്യയുടെ മെസ്സേജ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട് സേലത്ത് അടുത്ത ആഴ്ച, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെയും ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ വീണ്ടും മെസ്സേജ് ഇട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ആണ് ധന്യയുടെ വീട്. അങ്ങനെ ധന്യയെ മീറ്റ് ചെയ്തു, സംസാരിച്ചു. നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കാണുന്ന ഒരാളാണ് ധന്യ, നമ്മുടെ യൂട്യൂബ് സുഹൃത്തെന്ന് പറയാം. കവർ നിറച്ച സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് തന്നു. അതിൽ കുറേ ലഡുവും അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനം, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ചോറിലൊക്കെ ഇട്ട് പെരവി കഴിക്കുന്ന ചമ്മന്തിപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ സാധനം ഉണ്ടായിരുന്നു, ദോശയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ധന്യ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ധന്യയുടെ ശരിക്കുള്ള വീട് ട്രിവാൻഡ്രത്താണ്. കല്യാണം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ധന്യയുടെ ഹസ്ബൻഡാണ് അടുത്ത് നിൽക്കുന്നത്. കുറേ ദിവസമായിട്ട് കാണണമെന്ന് വെച്ച് ഞാൻ മറന്നു പോയാണ് ഇന്ന് ഫൈനലി കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു വീടായതുകൊണ്ട് ജസ്റ്റ് അവിടെ തന്നെ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല, കാരണം നമുക്കിനി തിരിച്ച് ട്രിവാൻഡ്രം പോകണം, വീണ്ടും ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ കാണാനില്ല, പോകുന്ന വഴിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ലൊക്കേഷൻ ഇട്ട് തന്നു. ഞാൻ ആ ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്തു. പക്ഷേ അവരുടെ വീട് അവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ പുറകിലോട്ടായിരുന്നു. അതിനും കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. എങ്കിലും അവർ പെട്ടെന്ന് തന്നെ വന്നു, കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ എങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ ഒന്ന് കാണുക, നമ്മളെ സ്നേഹിക്കുന്നവരും കുറച്ച് പേര് ഇതുപോലെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നിൻ്റെയൊക്കെ വീഡിയോ ആര് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്, ആർക്കാണ് ഇത്ര അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരും ഉണ്ട് എന്നുള്ളത്. മിക്കവാറും ഇതുപോലെ യാത്രകൾ പോകുമ്പോൾ പലരും ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്, ഒന്ന് കാണണമെന്ന് പറയും. പറ്റുന്നതാണെങ്കിൽ നമ്മൾ കാണാറുണ്ട്. ജമ്മുവിൽ പോയപ്പോഴും നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് തന്ന 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്കൊക്കെ അവർ മിലിറ്ററിയിലൊക്കെ ഉള്ളവരാണ്. ഹസ്ബൻഡ്സൊക്കെ അവിടുത്തെ കോട്ടേജിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെ നമ്മുടെ സൗകര്യത്തിന് അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ജമ്മുവിൽ, ഡൽഹിയിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പേര് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് സഹായം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നത് അതിലേറെ സന്തോഷം. പിന്നെ നമ്മുടെ ടൈമും അവരുടെ ടൈമും കൂടെ ആയിട്ടങ്ങോട്ട്, അവരും ബിസി ആയിരിക്കുമല്ലോ, നമ്മളും ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവില്ല, അവർ ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ ആവില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇങ്ങനെ കാണുന്ന കുറച്ച് പേരുണ്ട്, അതിലേറ്റവും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ധന്യയുടെ ഹസ്ബൻഡായിട്ടൊക്കെ കുറച്ച് സമയം സംസാരിച്ച് നിന്ന ശേഷം നമ്മൾ പോവുകയാണ്. ഒരുപാട് ലേറ്റായി, വീടെത്തിയപ്പോൾ 12 മണിയായി. പോകുന്ന വഴിക്ക് നല്ല മഴക്കാറ്. 4 മണിയായപ്പോഴേ ഒരു 6 മണിയുടെ ഫീലുണ്ടായിരുന്നു. നല്ലൊരു മഴ, ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവില്ല. ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെല്ലാം കൊണ്ടുപോയെന്ന് തോന്നുന്നു. 1 കിലോമീറ്ററോളം ഭയങ്കര മഴയായിരിക്കും, പിന്നെ 1 കിലോമീറ്റർ മഴ ഉണ്ടാവില്ല, വീണ്ടും 1 കിലോമീറ്ററോളം ഭയങ്കര മഴയായിരിക്കും. അങ്ങനെ ഒരു ഇതിൽ നിൽക്കാം കേട്ടോ. ഓരോ സ്ഥലത്തായിട്ടാണ് മഴയുള്ളത്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര മഴ, റോഡ് പോലും കണ്ടുകൂടാത്ത മഴ. ചില സ്ഥലങ്ങളിൽ അത്ര മഴ ഉണ്ടാവില്ല. അങ്ങനെ മഴയും ഒക്കെ കണ്ട് ആസ്വദിച്ച് പോയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് തോന്നി. മഴയായതുകൊണ്ട് ഒരു സ്ഥലത്തും നിർത്താൻ പറ്റാതെ അങ്ങനെ പോവുമായിരുന്നു. ഒന്ന് മഴ മാറിയപ്പോഴേക്കും നമ്മൾ കോഫി കുടിക്കാനായിട്ട് നിർത്തി. നമ്മൾ KDF
കോഫി എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടുത്തെ കോഫി നല്ലതാണ്. അവിടെ കപ്പലണ്ടിയൊക്കെ പുഴുങ്ങിയത് കിട്ടും. അങ്ങനെ അവിടെ കയറിയപ്പോൾ കപ്പലണ്ടി ഒന്നും പുഴുങ്ങിയതില്ല. പിന്നെ എള്ള് ലഡു, ആ ലഡു, ഈ ലഡു, പയറൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും വാങ്ങിയില്ല. ഇനി നിങ്ങളെൻ്റെ രൂപം കാണണം. ഏതോ സിനിമയിൽ കുളപ്പള്ളി ലീലയില്ലേ, ലീല ആൻറ്റി നിന്ന രൂപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ആ മുടി കെട്ടി വയ്ക്കാതെ എന്തോ പോലെ കേട്ടോ. അങ്ങനെ ഞാനെല്ലാം കൂടി പിടിച്ച് മുകളിൽ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചു. എല്ലാം കൂടെ കണ്ണിൽ കൂടെ കിടക്കുന്നു മുടി. അങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വീഴും, ഇങ്ങോട്ട് തിരിയുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഇളകി വീഴും. ഞാനത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ കടയിൽ കയറിയത്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് അയ്യോ ഞാനിത് എന്ത് കോലത്തിലാണ് ദൈവമേ കടയിൽ ഇറങ്ങിയതെന്ന്. പലരും പറഞ്ഞത് വൃത്തിക്കൊക്കെ നടന്നുകൊണ്ട് ശ്രീകുട്ടിയെന്ന്. നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന യാത്രയാണ്. അതിനിടയ്ക്ക് എനിക്ക് മേക്കപ്പ് ഇട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ചില യൂട്യൂബേഴ്സൊക്കെ എപ്പോഴും എന്ത് ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കോലം കെട്ടി നിൽക്കുക. എനിക്കറിയില്ല കേട്ടോ. രാവിലെ ഒന്ന് എഴുന്നേക്കും, റെഡി ആവാൻ ലിപ്സ്റ്റിക് ഇടും. അതിൽ കൂടുതൽ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടില്ല, ഒന്നും ചെയ്യത്തില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയോ. അതിൻ്റെ കൂട്ടത്ത് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കാനുള്ള ഒരു ഇത് തോന്നുന്നില്ല. ഡ്രസ്സ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യുന്നത്. അത് കൊള്ളാവോ ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കാറില്ല. എനിക്ക് ഓക്കെ ആണോ ഞാനിടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വസ്ത്രയുടെ പുതിയ കളക്ഷൻസിൻ്റെ വിശേഷം. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ അത് വാട്സപ്പ് ചെയ്യുക. സാധനം ഇല്ല എങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് തിരിച്ചു തരും. അപ്പോൾ വാട്സപ്പ് നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. ഇവിടെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ. ഒന്ന് ഫോട്ടോ ഇട്ടാൽ മാത്രം മതി. വിലയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വസ്ത്രയുടെ സാരി കളക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വസ്ത്രയ്ക്ക് നിങ്ങൾ എപ്പോഴും തരുന്ന സപ്പോർട്ട് ഇപ്പോഴും തരിക. പെട്ടെന്ന് തന്നെ സാരീസ് എല്ലാം നിങ്ങൾ വാങ്ങുക. എങ്കിൽ അടുത്ത് വീണ്ടും എനിക്ക് ഒന്നുകൂടെ സേലത്ത് പോകാൻ പറ്റത്തുള്ളൂ, പോയി സാരീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.